ആകാശവാണി വിദ്യാഭ്യാസ രംഗം. വിജയവാണി. SSLC പരീക്ഷാ സഹായി. 10ാം ക്ലാസ് രസതന്ത്രം മാതൃകാ ചോദ്യപേപ്പർ അവലോകനം. അവതരിപ്പിക്കുന്നത് കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ SS. പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയ രീതിയിലുള്ള ചോദ്യപേപ്പറാണ് 2026 മാർച്ച് SSLC പരീക്ഷയ്ക്ക് ഉള്ളത്. 1.5 മണിക്കൂറാണ് പരീക്ഷയുടെ സമയം. ആകെ സ്കോർ 40 മാർക്കാണ്. ചോദ്യപേപ്പർ ലഭ്യമായാൽ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഉത്തരം എഴുതേണ്ടത്. ചോദ്യത്തിന്റെ സ്കോർ പരിഗണിച്ച് ഉത്തരം എഴുതണം. A, B എന്നിങ്ങനെ ചോയ്സ് ഉള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മേഖലകൾ. ആദ്യത്തെ വിഭാഗത്തിൽ 1 മുതൽ 4 വരെ ചോദ്യങ്ങൾ ഉണ്ടാകും. ഇതിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ചോദ്യങ്ങൾക്ക് 1 സ്കോർ വീതമാണ് ഉള്ളത്. ഇവിടെ പ്രസ്താവനയും കാരണവും നൽകിയ ചോദ്യം തീർച്ചയായും ഉണ്ടാകും. ഉദാഹരണമായി പ്രസ്താവന നൽകിയിരിക്കുന്നത് സൾഫേറ്റ് അയിരുകളുടെ സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ എന്നതാണ്. അതിന് കാരണമായി നൽകിയിരിക്കുന്നത് സൾഫേറ്റ് അയിരുകൾക്ക് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് എന്നതാണ്. ഇതിനുത്തരമായി 4 ചോയ്സ് നൽകിയിരിക്കുന്നു. അവ ഇങ്ങനെയാണ്: A, പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. B, പ്രസ്താവന തെറ്റും കാരണം ശരിയുമാണ്. C, പ്രസ്താവനയും കാരണവും ശരിയാണ്. എയുടെ ശരിയായ വിശദീകരണമാണ് R അഥവാ കാരണം. D, പ്രസ്താവനയും കാരണവും തെറ്റാണ്. ഇത്തരം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് എത്തേണ്ടതാണ്. ഈ വിഭാഗത്തിലെ മറ്റൊരു ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ലവണങ്ങളെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4 ചോയ്സുകളാണ് നൽകിയിട്ടുള്ളത്. A, സോഡിയം കാർബണേറ്റ് ഒരു ബേസിക ലവണമാണ്. B, അമോണിയം ക്ലോറൈഡ് ഒരു ആസിഡ് ലവണമാണ്. C, സോഡിയം ക്ലോറൈഡ് സാൾട്ട് ഹൈഡ്രോളിസിസിന് വിധേയമാകുന്നു. D, പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു ന്യൂട്രൽ ലവണമാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ഉത്തരമായി നൽകേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഉത്തരം 3ാമത്തെ ചോയ്സാണ്. ഈ വിഭാഗത്തിൽ തന്നെ മറ്റൊരു രീതിയിൽ ചോദ്യം വരുന്നത് ചേരുംപടി ചേർക്കാനാണ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം, ബോയിൽ നിയമം, ചാൾസ് നിയമം എന്നിവയുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ചേരുംപടി ചേർക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളാണ്. ഉദാഹരണമായി ഈഥീൻ, ഹൈഡ്രജൻ ഇവയുടെ രാസപ്രവർത്തനം, മീഥേൻ, ക്ലോറിൻ ഇവ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, N എണ്ണം ഈഥീൻ കൂടിച്ചേർന്ന് പോളിത്തീൻ ആയി മാറുന്ന പ്രവർത്തനം, മീഥേൻ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് H2O എന്നിവ ഉണ്ടാകുന്ന പ്രവർത്തനം, ഇവയെല്ലാം നൽകിയിട്ട് രാസപ്രവർത്തനത്തിന്റെ പേര് തിരഞ്ഞെടുത്ത് ചേരുംപടി ചേർക്കാൻ ചോദിക്കാവുന്നതാണ്. ഇവിടെ ആദ്യത്തേത് അഡീഷൻ രാസപ്രവർത്തനം, 2ാമത്തേത് ആദേശ രാസപ്രവർത്തനം, 3ാമത്തേത് പോളിമറൈസേഷൻ, 4ാമത്തേത് ജ്വലനം എന്നിവയാണ്. ഈ വിഭാഗത്തിൽ വരാവുന്ന മറ്റൊരു ചോദ്യം ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക എന്നതാണ്. ഉദാഹരണമായി അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം ഹേബർ പ്രക്രിയ, എന്നാൽ സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം ഡാഷ്. ഇവിടെ ഉത്തരം സമ്പർക്ക പ്രക്രിയയാണ്. അടുത്തതായി 2ാമത്തെ വിഭാഗം ചോദ്യങ്ങൾ പരിചയപ്പെടാം. 2 സ്കോറിന്റെ ചോദ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാം. ചില ലവണങ്ങൾ നൽകിയിരിക്കുന്നു. NH4Cl, Na2CO3, CH3COO, ഇവയെ അസിഡിക് ലവണങ്ങൾ, ബേസിക് ലവണങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക. എങ്ങനെയുള്ള ലവണങ്ങളാണ് ന്യൂട്രൽ ലവണങ്ങൾ? ഇവിടെ അസിഡിക് ലവണം NH4Cl ആണ്. ബേസിക് ലവണം Na2CO3 ആണ്. വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസും നിർവീരീകരണ പ്രവർത്തനം നടത്തുമ്പോൾ ലഭിക്കുന്നത് ന്യൂട്രൽ ലവണങ്ങൾ ആണ്. മറ്റൊരു ചോദ്യം നോക്കാം. ഒരു പൂരിത ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ തന്മാത്രയുടെ മുഖ്യ ചെയിനിൽ 6 കാർബൺ ആറ്റങ്ങളുണ്ട്. ഇതിൽ 2ാമത്തെയും
നാലാമത്തെയും കാർബൺ ആറ്റങ്ങളിലായി 2 മീഥൈൽ ഗ്രൂപ്പുകൾ ശാഖകളായും ഉണ്ട്. എ. സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. ബി. സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുട്ടികളുടെ ചിന്താശേഷി ഉപയോഗപ്പെടുത്തി ഉത്തരം കണ്ടെത്തേണ്ടവയാണ്. നന്നായി ചോദ്യം മനസ്സിലാക്കി മാത്രം ഉത്തരം നൽകേണ്ടതാണ്. പൂരിത അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ ആയതിനാൽ ഇവിടെ ഏകബന്ധനം മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കാം. മുഖ്യ ചെയിനിൽ 6 കാർബൺ ആറ്റങ്ങൾ ഉള്ളതിനാൽ ഹെക്സേൻ ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെയും നാലാമത്തെയും കാർബൺ ആറ്റങ്ങളിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതിനാൽ സംയുക്തം 2,4-ഡൈമീഥൈൽ ഹെക്സേൻ ആണ്. സംയുക്തത്തിന്റെ ഘടനാവാക്യം CH3 CH3 CH2 CH3 CH2 CH3 ആണ്. IUPAC നാമം 2,4-ഡൈമീഥൈൽ ഹെക്സേൻ എന്നാകുന്നു. ഇതേ രീതിയിൽ മറ്റൊരു ചോദ്യം പരിശോധിക്കാം. ചോദ്യം ഇതാണ്: ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഈ മൂലകത്തിന്റെ അറ്റോമിക നമ്പർ എത്ര? ഈ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്കിന്റെ 2 സവിശേഷതകൾ എഴുതുക. അറ്റോമിക നമ്പർ ലഭിക്കാൻ സബ്ഷെല്ലുകളിൽ വിന്യസിച്ചിരിക്കുന്ന ഇലക്ട്രോണുകളുടെ തുക കണ്ടെത്തിയാൽ മതി. അതായത് 2 + 2 + 6 + 2 + 6 + 6 + 2 സമം 26 ആണ് മൂലകത്തിന്റെ അറ്റോമിക നമ്പർ. ഇതിൽ അവസാനത്തെ ഇലക്ട്രോൺ പൂരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് 3D സബ്ഷെല്ലിൽ ആണ്. അതിനാൽ ഇത് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. കൂടാതെ ഇവ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രദർശിപ്പിക്കുന്നു. മറ്റൊരു ചോദ്യം വിശകലനം ചെയ്യാം. N+L വിലയുടെ അടിസ്ഥാനത്തിൽ 1s 2s എന്നീ സബ്ഷെല്ലുകളിൽ ഏതിനാണ് ഊർജം കൂടുതൽ? ഇതേ രീതിയിൽ 2p 3s എന്നിവയിൽ ഊർജം കൂടുതൽ ഏതിനാണ്? 1sന്റെ n വില 1, L വില 0. അപ്പോൾ n+L വില എന്നത് 1 + 0 = 1. 2sന്റെ n വില 2, L വില 0. അപ്പോൾ n+L വില എന്നത് 2 + 0 = 2. ഇവിടെ 2sന്റെ n+L വിലയാണ് കൂടുതൽ. അതിനാൽ 2sനാണ് ഊർജം കൂടുതലുള്ളത്. എന്നാൽ ഇതേ രീതിയിൽ 2p 3s എന്നിവയുടെ n+L വില കണ്ടെത്തിയാലോ? 2pയുടെ n വില 2, L വില 1. 3sന്റെ n വില 3, L വില 0. 2pയുടെ n+L വിലയും 3sന്റെ n+L വിലയും 3 ആണ്. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടിയ n വിലയുള്ള സബ്ഷെല്ലിനായിരിക്കും ഊർജം കൂടുതൽ. അതായത് 3s സബ്ഷെല്ലിന് 2p സബ്ഷെല്ലിനേക്കാൾ ഊർജം കൂടുതലാണ്. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. ക്രോമിയം 24, കോപ്പർ 29 എന്നിവയുടെ സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസം സബ്ഷെൽ ക്രമത്തിൽ എഴുതി ഈ ക്രമീകരണത്തിന് കാരണമായ നിയമം പ്രസ്താവിക്കുക. ഇത് മറ്റൊരു രീതിയിലും ചോദിക്കാം. അതായത് ക്രോമിയം 24, കോപ്പർ 29 എന്നിവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2 രീതിയിൽ എഴുതിയ ശേഷം അതിൽ സ്ഥിരത ഉള്ളത് തിരഞ്ഞെടുത്ത് എഴുതാൻ പറയും. അതിൻ്റെ കാരണം പ്രസ്താവിക്കാനും ചോദിക്കാം. ക്രോമിയം 24ന്റെ സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 3d5 4s1 എന്നതാണ്. കോപ്പർ 29ന്റെ സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 3d10 4s1 എന്നിങ്ങനെയാണ്. ഡി സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവ ആയിരിക്കും. അതായത് D1 മുതൽ D10 വരെയുള്ള ഇലക്ട്രോൺ ക്രമീകരണങ്ങളിൽ D5, D10 എന്നിവയ്ക്ക് സ്ഥിരത കൂടുതലാണ്. അതിനാൽ സ്ഥിരത നേടുന്നതിനായി ഇലക്ട്രോൺ പൂരണം യഥാക്രമം D5s1 D10s1 എന്നിങ്ങനെ ആയിരിക്കും. ഈ വിഭാഗത്തിൽ വരുന്ന മറ്റൊരു ചോദ്യം: എ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കാർബോക്സിലിക് ആസിഡുകളെ സൂചിപ്പിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ചോയ്സുകൾ: CHO, COOH, OH, O. ബി. 5 മുതൽ 8% വരെ ഗാഢതയുള്ള എത്തനോയിക് ആസിഡ് സാധാരണയായി അറിയപ്പെടുന്നത് എങ്ങനെ?
ആദ്യത്തേതിൻ്റെ ഉത്തരം കാർബോക്സിലിക് ആസിഡിനെ സൂചിപ്പിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് COOH ആണ്. 5 മുതൽ 8% വരെ ഗാഢതയുള്ള എഥനോയിക് ആസിഡ് വിനാഗിരി എന്ന് അറിയപ്പെടുന്നു. മറ്റൊരു ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രവർത്തനം പൂർത്തിയാക്കാം. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 പ്ലസ് ഹൈഡ്രജൻ H2. ഈ രാസപ്രവർത്തനത്തിന്റെ പേരെന്ത്? ഇവിടെ ആദ്യത്തെ പ്രവർത്തനം ഹൈഡ്രോ കാർബണുകളുടെ അഡിഷൻ രാസപ്രവർത്തനം ആണ്. ഇവിടെ ഉത്തരം പ്രൊപ്പേനാണ്. അതായത് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 ആണ്. ഈ പ്രവർത്തനത്തിന്റെ പേര് അഡിഷൻ രാസപ്രവർത്തനം എന്നാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നു. 2. അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന കുമിളകൾ ജലോപരിതലത്തിലെത്തുമ്പോൾ വലിപ്പം കൂടുന്നു. ആദ്യത്തെ സന്ദർഭം ചാൾസ് നിയമവും ആയും രണ്ടാമത്തെ സന്ദർഭം ബോയിൽ നിയമവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. കാർബൺ സംയുക്തങ്ങൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങളും ഉണ്ടാകാം. ഉദാഹരണമായി 5 കാർബണുകൾ ഉള്ള 2 ഹൈഡ്രോ കാർബണുകളിൽ ഒന്നിൽ രണ്ടാമത്തെ കാർബണിൽ ബ്രോമിൻ ഗ്രൂപ്പും അടുത്തതിൽ ഒന്നാമത്തെ കാർബണിൽ OH ഗ്രൂപ്പും ഉണ്ട്. 2 സംയുക്തങ്ങളുടെയും ഘടന വരയ്ക്കുക. 2 സംയുക്തങ്ങളുടെയും IUPAC നാമം എഴുതുക. ഇതല്പം ചിന്തിച്ച് എഴുതേണ്ട ഉത്തരമാണ്. രണ്ടാമത്തെ കാർബണിൽ ബ്രോമിൻ ഗ്രൂപ്പ് Br ഗ്രൂപ്പ് വരുന്ന 5 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബൺ CH3 CHBr CH2 CH2 CH3 ആണ്. ഒന്നാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ് വരുന്ന 5 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബൺ CH3 CH2 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 CH2OH ആണ്. ആദ്യത്തെ സംയുക്തത്തിന്റെ IUPAC നാമം 2-ബ്രോമോപ്രൊപ്പേൻ എന്നും രണ്ടാമത്തെ സംയുക്തത്തിന്റെ IUPAC നാമം പെൻറ്റൻ 1-ഓൾ എന്നും ആകുന്നു. അടുത്തതായി 3 സ്കോർ വരുന്ന ചോദ്യ ഭാഗങ്ങളിലേക്ക് കടക്കാം. ഈ വിഭാഗത്തിലും 2 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. 2SO2 plus O2 will gives 2SO3. ഈ പ്രവർത്തനത്തിന്റെ ഉൽപ്രേരകം ഏത്? പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ ഉൽപ്രേരകം ചേർത്താലുള്ള മേന്മയെന്ത്? സന്തുലനാവസ്ഥ എത്തിയതിനു ശേഷം ഉൽപ്രേരകം ചേർത്താൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്? മറ്റൊരു ചോദ്യം ഈ ചോദ്യത്തിന്റെ ചോയ്സായി വരുന്നതാണ്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമായ ഹേബർ പ്രക്രിയയുടെ രാസസമവാക്യം നൽകിയിരിക്കുന്നു. N2 plus 3H2 gives 2NH3 plus heat. അമോണിയ വാതകം ധാരാളമായി ലഭിക്കാനായി മർദ്ദത്തിൽ എന്ത് മാറ്റം വരുത്തണം? നൈട്രജന്റെ ഗാഢത കുറച്ചാൽ അമോണിയയുടെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന മാറ്റം എന്ത്? പുരോപ്രവർത്തനം താപമോചക പ്രവർത്തനമാണോ താപശോഷക പ്രവർത്തനമാണോ? മറ്റൊരു ചോദ്യം, ജലീയ സോഡിയം ക്ലോറൈഡിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആനോഡിൽ ഉണ്ടാകുന്ന മൂലകം ഏത്? കാഥോഡിൽ എന്ത് ലഭിക്കുന്നു? കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. 4ാമത്തെ വിഭാഗം ചോദ്യത്തിൽ ഒരു ചോദ്യമാണ് ഉണ്ടാകുക. അതിന് ചോയ്സ് ഉണ്ടാകും. സ്കോർ 4 ആണ്. ഒരു ചോദ്യം പരിചയപ്പെടാം. അഡിഷൻ പോളിമറുകൾ ഉണ്ടാകുന്നത് മോണോമറുകളുടെ ആവർത്തിച്ചുള്ള അഡിഷൻ പ്രവർത്തനം വഴിയാണ്. അഡിഷൻ പോളിമറൈസേഷന് വിധേയമാകുന്ന മോണോമറുകളുടെ പ്രത്യേകത എന്ത്? പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഏത്? അതിന്റെ IUPAC നാമം എഴുതുക. പോളിത്തീന്റെ മോണോമർ ബ്രോമിനുമായി പ്രതിപ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? ഈ രാസപ്രവർത്തന സമവാക്യം എഴുതുക. രസതന്ത്രം ചോദ്യപേപ്പർ ഏത് രീതിയിലായിരിക്കും ഉണ്ടാകുക എന്നത് ചർച്ചയിലൂടെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചിട്ടയായ പഠനത്തിലൂടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുക. എല്ലാവർക്കും വിജയാശംസകൾ. 10ാം ക്ലാസ് രസതന്ത്രം മാതൃകാ ചോദ്യപേപ്പർ അവലോകനമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ SS. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.